പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടെ നിന്റെ തിരുമുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തിനെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ വേദപ്രമാണങ്ങളുടെ അത്ഭുത കാര്യങ്ങളെയും ആഴമേറിയ രഹസ്യങ്ങളെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ബലഹീനരായ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ നീ തുറക്കണമേ. ഞങ്ങൾ പഠിക്കുന്നതായ കാര്യങ്ങൾ നിന്റെ വേദപ്രമാണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാനുള്ള കൃപയും ശക്തിയും നിന്റെ പരിശുദ്ധാത്മാവ് മൂലം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണം. പങ്കെടുക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വേദപ്രമാണം പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലതിനായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സംഗതിയായി തീരുകയും ചെയ്യേണ്ടത്. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണ്ടമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എല്ലാവർക്കും വീണ്ടും സ്വാഗതം to the third class of a Bible study. Tojo Achan will continue teaching us on the Corinthians so far that we have journeyed. Tojo Achan, you can take over the class now. Okay. Good evening everybody. നമ്മള് മൂന്നാമത്തെ ക്ലാസ്സിലാണ്. കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ അധ്യായം ക്ലോസ് റീഡ് ചെയ്യുകയായിരുന്നു. അതൊന്ന് ചുരുക്കി ഒന്ന് ആവർത്തിക്കാം. അതിന്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടി നമ്മൾ ഒന്നാമത്തെ അധ്യായം പഠിച്ചപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു. ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു സല്യൂട്ടേഷൻ പാർട്ടും അഭിവാദനം ചെയ്യുന്ന പാർട്ട് 1ഉം 2ഉം വാക്യങ്ങളും 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ ഒരു സ്തോത്ര പ്രാർത്ഥന, ഒരു ബെനഡിക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം 13ാം വാക്യത്തില് പൗലോസ് ആ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട തീമിലേക്ക് കടക്കുകയാണ്. അവിടെ പൗലോസ് തന്റെ ഇന്റഗ്രിറ്റിയെ പറ്റി, എന്തുകൊണ്ട് പൗലോസ് വിശ്വസിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം ആ 3 വാക്യങ്ങൾ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. അതിനുശേഷം 15ലേക്ക് വരുമ്പോൾ 15 തൊട്ട് 22 വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച 22ലാണ് നിർത്തിയത്. അവിടെ കൊരിന്ത്യ സഭയിലെ അല്ലെങ്കിൽ ഈ 2ാം ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം, അത് അവിടെ ഉണ്ടായ പ്രശ്നം, അതിലേക്കാണ് പൗലോസ് വരുന്നത്. രണ്ട് പ്രശ്നങ്ങളാണ് അവിടെ പൗലോസ് മുന്നിലുള്ളത്. ഒന്ന് നമ്മൾ കണ്ടു, പൗലോസ് ഒരു ജേർണി പ്ലാൻ ഉണ്ടായിരുന്നു. കൊരിന്ത്യയിലെ സഭയെ ആദ്യം അവിടെ വിസിറ്റ് ചെയ്ത് സഭ സ്ഥാപിച്ചു. അതിനുശേഷം 2ാമത് അവിടെ വരാം എന്ന് പൗലോസ് പറഞ്ഞു. അത് 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 16ാം അധ്യായത്തില് ഒരു ട്രാവൽ പ്ലാൻ പറയുന്നുണ്ടായിരുന്നു. അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ പൗലോസ് അതിന് പകരം വേറൊരു ട്രാവൽ പ്ലാനിനെ പറ്റി പറയുന്നുണ്ട്. അതും നടന്നില്ല. അങ്ങനെ ഈ 2 യാത്രകൾ നടക്കാതെ വന്നപ്പോൾ, പ്രത്യേകിച്ച് 2ാമത് ഒന്നുകൂടെ അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വന്നപ്പോൾ പൗലോസ് വാക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എതിർ പ്രചരണം കൊരിന്ത്യ സഭയിൽ ഉണ്ടായി. അതും അങ്ങനെ ഈ യാത്രയുടെ പ്ലാൻ മാറ്റിയത് പൗലോസ് മുഴുവനുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് മാറ്റി. മാത്രമല്ല, 2ാമത് അവിടെ പൗലോസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അത്ര നല്ലതല്ലാത്ത, സന്തോഷകരമായ അല്ലാത്ത ചില സാഹചര്യങ്ങൾ പൗലോസ് നേരിടേണ്ടി വരികയും അതിനുശേഷം പൗലോസ് ഒരു വിഷമിപ്പിക്കുന്ന ഒരു ലേഖനം, ഒരു സിവിയർ ലെറ്റർ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുകയും ചെയ്തു. അന്നേരം ഇത് രണ്ടും എന്തിനായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷമിപ്പിക്കുന്ന ലേഖനം എഴുതിയതും പിന്നീട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നത്. ഈ 2 കാര്യങ്ങളാണ് പൗലോസ്
അപ്പോസ്തോലികമായ അധികാരത്തെയും ഇല്ലെങ്കിൽ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്ന 2 പ്രശ്നങ്ങളായിട്ട് അവരവിടെ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന 2 പ്രശ്നങ്ങൾ. അന്നേരം അതിന് ഉത്തരം കൊടുക്കുന്നതിലേക്കാണ് പൗലോസ്ലീഹ വരുന്നത്. പക്ഷെ അതിന് ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ് പൗലോസ്ലീഹ പറയുന്നത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്നുള്ളതിന് പിതാവാം ദൈവം പുത്രനിൽ എങ്ങനെയാണ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയത് അത് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് പൗലോസിനെയും വിശ്വസിക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ് 18, 19, 20, 21 വാക്യങ്ങളിൽ 22 അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവിടെയാണ് പറഞ്ഞ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ അവിടെ അവസാനം വായിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ആത്മാവെന്ന അച്ചാരം നമ്മളുടെ ഹൃദയങ്ങളിൽ തരുന്നതും ദൈവമാണ് എന്ന് പറഞ്ഞാണ് അവിടെ നിർത്തുന്നത് അല്ലേ. അതിനകത്ത് അതിനൊരു മാമോദീസായുടെ സൂചന അവിടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നാൽ പോലും പിന്നീട് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പിന്നീട് ഒരു മാമോദീസയുടെ ഒരു ഡെവലപ്മെന്റ്, തിയോളജിക്കൽ ഡെവലപ്മെന്റ് വരുമ്പോൾ ഈ ആത്മാവിന്റെ അച്ചാരവും ഈ മുദ്രയും ഒക്കെ മാമോദീസയിൽ വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടെ മനസ്സിലാകും. ഈ ഹോളി ട്രിനിറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ വാക്യത്തിൽ കിടപ്പുണ്ട്. പരിശുദ്ധ തൃത്വത്തെ പറ്റി ഈ തൃത്വം എന്ന് പറയുന്ന ഒരു തിയോളജിക്കൽ ഡോക്ട്രിനായിട്ട് പൗലോസിന്റെ കാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിനുശേഷം 2-3 നൂറ്റാണ്ടിലാണ് ഒരു ദൈവശാസ്ത്രപരമായ ഒരു രൂപം അതിന് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളതിന്റെ ആ ഒരു ഫങ്ഷൻ അതെന്താണ് ചെയ്യുന്നത് എന്ന് അവിടെ ആ 2 വാക്യങ്ങൾ കിടപ്പുണ്ട് അല്ലെ. രക്ഷയുടെ പ്രൈമറി ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ദൈവം തമ്പുരാനാണ്. അത് ക്രിസ്തുവിലൂടെയാണ് ആ രക്ഷ നടക്കുന്നത്. ആ ക്രിസ്തുവിലൂടെ രക്ഷ പിതാവ് അത് സാധ്യമാക്കുന്നു, പുത്രനിലൂടെ അത് സാധ്യമാക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നില്ല. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഹോളി സ്പിരിറ്റിനെ നമുക്ക് തന്നുവിട്ടുണ്ട്. അന്നേരം ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഹോളി സ്പിരിറ്റിലൂടെയാണ് നമ്മൾ പ്രസന്റിൽ ലീവ് ചെയ്യേണ്ടത്. ആ സാൽവേഷന്റെ പ്രസന്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അത് തീർച്ചയായിട്ടും പിതാക്കന്മാര് പിന്നീട് ഈ തൃത്വത്തെ പറ്റി കൂടുതൽ ഈ ദൈവശാസ്ത്രപരമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഈ പൗലോസിന്റെ ഈ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് അവരതിനെ പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേരം അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 1:23 മുതലാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. 23 ഈ എന്തുകൊണ്ട് അങ്ങനെ ഒരു എഴുത്ത് എഴുതാൻ സാഹചര്യം ഉണ്ടായി, എന്തുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഉത്തരങ്ങളാണ് ഇനി അങ്ങോട്ട് പൗലോസ്ലീഹ പറയാൻ പോകുന്നത്. അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാൻ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഐ കോൾ അപ്പോൺ ഗോഡ് ആസ് മൈ വിറ്റ്നസ് staking my life on this, that it was to spare you that I did not come to Corinth. അതായത് നിങ്ങളുടെ അടുക്കൽ, അതായത് ഈ അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പൗലോസ്ലീഹ മക്കദോനിയ പോയിട്ട് തിരിച്ച് കൊരിന്തിൽ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതായിട്ടാണ് പോകുന്നത്. പക്ഷെ അങ്ങോട്ട് വന്നില്ല. അതിന്റെ കാരണമായിട്ട് പൗലോസ്ലീഹ പറയുന്നത് നിങ്ങളെ മലയാളത്തിൽ അതായത് നിങ്ങൾ ആദരിച്ചിട്ടത്രേ എന്നാണ് പറയുന്നത്. ടു സ്പെയർ യു എന്നാണ് അവിടെ പറയുന്നത്. സ്പെയർ എന്ന് പറയുന്നതിന് ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. ആ വാക്കിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു. അവിടെ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറയുന്നില്ലേ, അവിടെ ക്ഷമിക്കുകയില്ല എന്ന് പറയുന്ന ആ വാക്കും ഈ ടു സ്പെയർ എന്ന വാക്കും ഗ്രീക്കിൽ ഒരേ വാക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാല് നിങ്ങളെ ശിക്ഷിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അന്നേരം
നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ അടുത്ത വാക്യം 24-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികളത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. അതായത് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങളെ ആദരിച്ചിട്ട് ഇറ്റ് സ്പെയർ യു, നിങ്ങളെ സ്പെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്, അതിന് ദൈവം തന്നെയാണ് സാക്ഷി. ഗോഡ് ഈസ് വിറ്റ്നസ് എന്നുകൂടെ പറയുന്നുണ്ട്. നമ്മള് ഇതിന് തൊട്ട് മുമ്പ് 1:12 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ എന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ നീതിയോടുകൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഞങ്ങളുടെ മനസാക്ഷിയാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഇവിടെ വരുമ്പോ ദൈവം തന്നെയാണ് അതിന് സാക്ഷ്യം. അന്നേരം പൗലോസ്ലീഹായുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം പൗലോസ്ലീഹായുടെ മനസാക്ഷിയും ദൈവവും സാക്ഷിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ദൈവം എന്നുള്ളത് ആവർത്തിച്ച് വരുന്നത്. അതായത് ഈ പൗലോസ്ലീഹ ഇത് എഴുതുന്നത് മുഴുവനും ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണ് എന്ന് അവിടെ ഓരോ ഭാഗത്തും പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് തന്നെയാണ് പൗലോസിന്റെ അപ്പോസ്തോലിക അധികാരത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. എന്ത് ചെയ്താലും അതിന് ദൈവം സാക്ഷിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ, അതായത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നോട്ട് ദാറ്റ് വി എക്സർസൈസ് അതോറിറ്റി ഓവർ യുവർ ഫെയ്ത്ത്, റാദർ വി ആർ കോ-വർക്കേഴ്സ് ഓഫ് യുവർ ജോയ്. അതായത് അത് ഈ അപ്പോസ്തോല അധികാരത്തിന്റെ പൗലോസിന്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാട്. ഈ വിശ്വാസത്തിന്റെ അധികാരമല്ല ഞാൻ നിങ്ങൾ പ്രയോഗിക്കാനായിട്ട് പോകുന്നത്, മറിച്ച് നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണക്കാരാണ് ഞങ്ങൾ. വി ആർ ദ കോ-വർക്കേഴ്സ് ഫോർ യുവർ ജോയ്. അന്നേരം സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിന്റെ വേലക്കാരാണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾ അധികാരം പ്രയോഗിക്കാനായിട്ടല്ല നിങ്ങളുടെ ഇടയിൽ വരുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ക്രിസ്ത്യൻ ലീഡേഴ്സ് ആണ് ഇത് നന്നായിട്ട് പഠിക്കുകയും ആ ലീഡർഷിപ്പിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ ഈ എപ്പിസ്കോപ്പ വൈദിക തലത്തിലുള്ളവര് ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, വി ആർ നോട്ട് എക്സർസൈസിങ് അതോറിറ്റി ഓവർ യുവർ ഫെയ്ത്ത്. അന്നേരം പൗലോസ്ലീഹ ഈ കൊരിന്തിലെ സഭ സ്ഥാപിച്ച ആളാണ്, പക്ഷെ ആ സ്ഥാപിച്ച അധികാരമല്ല പ്രയോഗിക്കാനായിട്ട് പൗലോസ്ലീഹ ശ്രമിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഇടയിൽ സുവിശേഷം മൂലം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ എന്ന്. അത് അപ്പോസ്തോലിക അധികാരത്തിന്റെ ഒരു കൗണ്ടർ മോഡലാണ്. അധികാരം പ്രയോഗിക്കുക എന്നുള്ളതല്ല, സഹപ്രവർത്തകരാണ് എന്ന് പറഞ്ഞു വെക്കുക എന്നാണ് പൗലോസ്ലീഹ. എന്നിട്ട് വരുന്നത്, ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആര്? ഞാൻ ഇത് എഴുതിയത് ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടുമാകുന്നു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. അന്നേരം ചോദ്യം, എന്തിന് ഈ വിഷമിപ്പിക്കുന്ന എഴുതി എന്നുള്ളതാണ്. അന്നേരം അതിന് പൗലോസ്ലീഹ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു എഴുതേണ്ടി വന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളോടുള്ള എൻ്റെ വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനാണ് എന്ന്. ഇവിടെ നമ്മൾ അത് വായിക്കുമ്പോൾ ആവർത്തിച്ചുള്ള 2-3 വാക്യങ്ങൾ നമുക്ക് അവിടെ കാണാം. സന്തോഷം, ദുഃഖം, അല്ലേ? അത് ആവർത്തിച്ച് അതിന്റെ ഒരു ഡയലക്റ്റിക് ആയിട്ട് പരസ്പര സന്തോഷവും ദുഃഖവും, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചു, എന്നാൽ വീണ്ടും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാത്തതിന്റെ കാരണം വീണ്ടും ദുഃഖം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ആ പ്രശ്നം ഒന്ന് ശമിക്കണം, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വരാം.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാഞ്ഞത്. പ്രത്യേകിച്ച് പൗലോസ്ലീഹായും കൊരിന്ത്യ സഭയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ ഒന്നുകൂടെ പുറകോട്ട് നോക്കിയാല് 1 കൊരിന്ത്യ ലേഖനത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്, എന്റെ മക്കളാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 4:14 പറയുന്നത്. എന്റെ പ്രിയ മക്കളോട് എന്നതുപോലെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഇത് ഞാൻ എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അന്നേരം പൗലോസ്ലീഹായ്ക്കും കൊരിന്ത്യ സഭയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ആണ് എന്നാണ് പൗലോസ്ലീഹ നേരത്തെ പറഞ്ഞേക്കുന്നത്. അന്നേരം അവിടെ ഒരു കൊരിന്ത്യ സഭയിൽ ഒരു അനിഷ്ടമായത് സംഭവിച്ചത് മൂലം കൊരിന്ത്യ സഭയ്ക്ക് ദുഃഖമുണ്ടായി. ആ ദുഃഖം പൗലോസിനും ദുഃഖമുണ്ടായി. അന്നേരം ആ ദുഃഖം ഒന്ന് ശമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വരാഞ്ഞത്. അല്ലെങ്കിൽ അതൊന്ന് അടങ്ങട്ടെ എന്ന് വെച്ചുകൊണ്ടാണ്. അന്നേരം ആ ദുഃഖം അടങ്ങാൻ വേണ്ടി ഞാൻ രണ്ടാമത് അവിടെ വരുന്നതിന് പകരം ഞാനൊരു എഴുത്തെഴുതി നിങ്ങൾക്ക് അയച്ചു. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. അന്നേരം ആ എഴുത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയാണ് ഇനി മുന്നോട്ട് പറയുന്നത്. എന്തിനു വേണ്ടി ആ എഴുത്തെഴുതിയത് അവിടെ ഉണ്ടായ താൽക്കാലികമായ പ്രശ്നം അടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു മനുഷ്യൻ ആണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നമ്മളത് മുമ്പോട്ട് വായിക്കുമ്പോൾ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരാളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ആൾ ആരാണെന്നോ പ്രശ്നം എന്താണെന്നോ പൗലോസ്ലീഹ പറയുന്നില്ല. അതൊരു സ്ട്രാറ്റജിയാണ്. തീർച്ചയായിട്ടും കൊരിന്ത്യ സഭയ്ക്ക് അറിയാം, ആ ആളെ അറിയാം, എന്താണ് പ്രശ്നം എന്നറിയാം. പലരും അത് വ്യാഖ്യാനിക്കുമ്പോൾ പറയും 1 കൊരിന്ത്യ ലേഖനത്തിനകത്ത് ഒരു ഇൻസിസ്റ്റസ് ആയിട്ടുള്ള റിലേഷൻ ഉള്ള ഒരാളെ പറ്റി പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരു 6-ലോ 5-ലോ പറയുന്നുണ്ട്. ദുർനടപ്പ്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായിട്ട് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അറിയത്തില്ല അത് എന്താണ് അവിടുത്തെ ഒഫൻഡറും ഒഫൻഡിങ് പ്രോബ്ലം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അതൊരു സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അവിടെ ഒരു കുഴപ്പം ഉണ്ടായി. ആ കുഴപ്പം ഉണ്ടായത് ഒരാൾ മൂലമാണെന്ന് അറിയാം. പക്ഷെ ആ പ്രശ്നം വീണ്ടും ദുഃഖം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. ആ പ്രശ്നക്കാരന്റെ പേരെടുത്ത് പറയാനൊന്നും ശ്രമിക്കുന്നില്ല. ഇത് നമ്മള് ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്, അല്ലെ? ഒരു കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ കാരണം ആ കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ നമ്മൾ എടുത്ത് മുന്നോട്ട് ഇങ്ങനെ എന്തുവാ വലുതാക്കി കാണിക്കുകയോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ പറ്റി വീണ്ടും പറഞ്ഞ് വിഷമങ്ങൾ ഉണ്ടാക്കുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് അത് അവിടെ ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, സം വൺ ഹൂ ഹിം എന്നൊക്കെയുള്ള ഈ തേർഡ് പേഴ്സണിലുള്ള പ്രോനൗൺ ആണ് ഈ ഒഫൻഡറിന് വേണ്ടി പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ്ലീഹയുടെ ഒരു സ്ട്രാറ്റജി. കാരണം ഉണ്ടായ വിഷമത്തെ വീണ്ടും വീണ്ടും ഊതിപ്പെരുപ്പിച്ച് വലുതാക്കാതെ അതിനെ ശമിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് പൗലോസ്ലീഹ. അതായത് he did not identifying the person or not identifying the problem. അത് അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എഴുത്തിലൂടെ വീണ്ടും അത് ഐഡന്റിഫൈ ചെയ്യാതെയാണ് പൗലോസ്ലീഹ പറയുന്നത്. അന്നേരം അതിലേക്ക് വരുമ്പോൾ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആ പ്രശ്നത്തെ പറ്റിയും പ്രശ്നം ഉണ്ടാക്കിയ ആളെ പറ്റിയും പറയുന്നത്. അവിടെ മലയാളത്തിൽ ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഏറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. ഇഫ് someone has caused grief, he has not grieved me, but to some degree, not to exaggerate, all of you. അതായത് ഒരാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി, ആ പ്രശ്നം എന്നെയല്ല ദുഃഖിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളെ എല്ലാവരെയാണ് ദുഃഖിപ്പിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യ ലേഖനത്തിലേക്കാണ് വീണ്ടും പൗലോസ്ലീഹ പോകുന്നത്. കാരണം അവിടെയാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും സഭയാകുന്ന ശരീരത്തിന്റെ അംഗങ്ങളാകുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലെ? അന്നേരം ഒരംഗത്തിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ ശരീരത്തിന് മുഴുവൻ
പ്രശ്നം ഉണ്ടാകും എന്നുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പൗലോസ്ലീഹ പറയുന്നത്. എവിടെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലാണ്. 1 കൊരിന്ത്യർ 12-ന്റെ 11 മുതലാണ് പറയുന്നത്. അവയവം പലതും 12 ശരീരം ഒന്ന്, അവയവം പലത്. ശരീരത്തിൽ അവയവം പലതായിരിക്കെ എല്ലാ ശരീരവും ഒന്ന് ആയിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരീരം ഒരവയവമല്ലല്ലോ പലതത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബോഡി ഇമേജ് അവിടെ സഭയെ പറ്റി പറയുന്നു. അത് തന്നെയാ പൗലോസ്ലീഹ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരാള് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് എന്നെയല്ല ദുഃഖിപ്പിക്കുന്നത്, ഈ സഭയെ മുഴുവനായിട്ടുമാണ് ദുഃഖിപ്പിച്ചിരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയാണ്. അന്നേരം 5 എന്നിട്ട് നിങ്ങൾ അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി. അതായത് ദിസ് പണിഷ്മെന്റ് ബൈ ദ മെജോറിറ്റി ഓഫ് യു ഈസ് സഫിഷ്യന്റ് ഫോർ സച്ച് എ വൺ. അവിടെ കണ്ടില്ല ഇംഗ്ലീഷിൽ സച്ച് എ വൺ എന്നുള്ള ആ പ്രയോഗം. അത് അവന് അത് അയാൾക്ക് അയാളെ ഈ ആ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊരിന്ത്യ സഭയിൽ ഓൾറെഡി ആ മനുഷ്യനെ ഒരു ശിക്ഷാവിധി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അന്ന് ഒരു സഭയിൽ ഒരാളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര ദിവസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി അത് എന്തുവാ പശ്ചാത്തപിക്കുന്നത് വരെ ഇല്ലെങ്കിൽ ഇത്ര ആഴ്ച നിങ്ങൾക്ക് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു രീതി, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും ആ മനുഷ്യനെ അവിടുന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് നിങ്ങൾ അവന് ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ എന്ന് പറഞ്ഞാൽ സഭയുടെ മെജോറിറ്റി എടുക്കുന്ന തീരുമാനം അനുസരിച്ചിട്ട് ആ മനുഷ്യനെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും വേണം. നിങ്ങൾ അവനെ ശിക്ഷിച്ചു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ ശിക്ഷ മൂലം അവൻ പിന്നെയും ദുഃഖത്തിലായി നാശത്തിലേക്ക് പോകാൻ ഇടവരരുത്. നിങ്ങൾ അവനോട് ക്ഷമിക്കണം. ആ എക്സ്കമ്മ്യൂണിക്കേഷൻ മാറ്റി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അവനെ തിരികെ കൊണ്ടുവരണം എന്നാണ് പൗലോസ്ലീഹ അവരോട് ആവശ്യപ്പെടുന്നത്. അവനെ ആശ്വസിപ്പിക്കുകയും വേണം. അവനെ ക്ഷമിക്കണം, ആശ്വസിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവൻ ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. For this reason I urge you to reaffirm him in love. റീഅഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അവനെ തിരികെ കൊണ്ടുവരിക. അന്നേരം ഒരാള് ശിക്ഷാർഹമായതൊന്നും ചെയ്തു. കാരണം ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു തിയോളജിക്കലായിട്ടോ ഡോഗ്മാറ്റിക്കലായിട്ടോ ഉള്ള പ്രശ്നമൊന്നും അല്ല അവിടെ ഉണ്ടായത്. അവിടെ ഉണ്ടായത് എന്തോ ഒരു ഡിസിപ്ലിനറി പ്രോബ്ലം ആണ്. അനുസരണക്കേട് കാണിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മോറൽ ആക്ടിവിറ്റി കാണിക്കുകയോ എല്ലാം ചെയ്ത ഒരാളാണ് ഈ ഒഫൻഡർ എന്ന് പറയുന്നത്. അന്നേരം അയാളെ ശിക്ഷിച്ചു, നിങ്ങൾ ശിക്ഷ കൊടുത്തു. പക്ഷെ ഇനി ആ ശിക്ഷ കാരണം അയാള് വിഷമിച്ച് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഈ ശിക്ഷ കൊടുത്തു, ഇനി അയാളെ ശിക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ തിരികെ കൊണ്ടുവരണം. യു ഷുഡ് റീഅഫേം ടു ദ കമ്മ്യൂണിറ്റി ഓൺ ഇൻ ലവ് എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ്, അതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. അന്നേരം അതൊരു ലീഡർഷിപ്പിന്റെ വേറൊരു മോഡലാണ്. വേറൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിന്റെ ഒരു മാതൃകയാണ് അവിടെ കാണിക്കുന്നത്. നമ്മളെ കമ്മ്യൂണിറ്റിക്കകത്തില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു പ്രോബ്ലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് തക്കതായ ശിക്ഷ കൊടുക്കണം. പക്ഷെ ശിക്ഷ എന്ന് പറയുന്നത് കൂടുതൽ ദുഃഖത്തിലേക്ക് പോയി ആ മനുഷ്യന്റെ നാശത്തിലേക്ക് ആ ശിക്ഷ കൊണ്ടുപോകാനായിട്ട് പാടില്ല. മറിച്ച് അയാളെ തിരികെ കൊണ്ടുവന്ന് അയാളോട് ക്ഷമിക്കുക, റിക്കൺസിൽ ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ ഒരു എയിം എന്നുള്ളതാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ എല്ലായിടത്തും വരുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ പരസ്പരം ക്ഷമിക്കണം, ക്രിസ്തുവിൽ നിങ്ങൾ നിരപ്പാകണം എന്ന് പറയുന്ന ഒരു സംഗതി ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം തുടങ്ങുമ്പം, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 4:32
എഫേസ്യ ലേഖനം 4:32 നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. കൊലോസ്യ ലേഖനത്തിലും അത് വരുന്നുണ്ട്. ആവർത്തിച്ച് എല്ലായിടത്തും വരുന്ന ഒരു സംഗതിയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. കൊലോസ്യർ 3:13 നിങ്ങൾ അന്യോന്യം പൊറുക്കുകയും താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അത് പൗലോസ്ലീഹ നിങ്ങൾ പരസ്പരം ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താ? ദൈവം നിങ്ങളോട്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക എന്നുള്ളത്. ഈ എക്കണോമി ഓഫ് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷാ മർമ്മം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് ആത്യന്തികമായി ക്ഷമിച്ചതിലാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും രക്ഷയും സാധ്യമായി തീർന്നത്. അത് അറിയുന്നവരായിട്ടുള്ള നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം. അതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരാളെ നിങ്ങൾ പണിഷ് ചെയ്തു. ആ പണിഷ് ചെയ്തത് മൂലം അയാൾക്ക് കുറ്റബോധം വന്നു. ഇനി അയാളെ കൂടുതൽ ദുഃഖിപ്പിക്കരുത്. ഇനി അയാളോട് നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അയാളെ തിരിച്ചെടുക്കുക. ഇതാണ് പൗലോസ്ലീഹായ്ക്ക് കൊരിന്ത്യ സഭയോട് പറയാനുള്ളത്. എന്നിട്ട് പറയുവാണ്, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതിയത്. അന്നേരം ഈ ഹാർഷ് ലെറ്റർ അല്ലെങ്കിൽ ഈ ദുഃഖിപ്പിക്കുന്ന എഴുതിയതിന്റെ കാരണങ്ങൾ പലത് പറയുകയാണ്. അന്നേരം അടുത്തൊരു കാരണം പറയുകയാണ്, അങ്ങനെ ഒരു എഴുതാൻ കാരണം നിങ്ങൾ എന്നെ അനുസരിക്കുന്നവരാണോ എന്ന് എനിക്ക് അറിയണം. അതിനു വേണ്ടി കൂടെയാണ് എഴുതുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. അതായത് whomever you forgive, I forgive. For what I have forgiven, if I have forgiven anything, is your sake in presence of Christ. അന്നേരം അവിടെ ഒരു ഓർഡറിന്റെ നമ്മൾ സാധാരണ ചിന്തിച്ചാല് ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഒരു ലീഡറോ പറയുന്നത്, ഞാൻ അവനോട് ക്ഷമിച്ചു, അതുകൊണ്ട് നിങ്ങളും ഇനി അവനോട് ക്ഷമിക്കണം എന്നല്ലേ സാധാരണ പറയുന്ന ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ പൗലോസ്ലീഹ ഇവിടെ പറയുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്ഷമിച്ചവനോട് ഞാനും ക്ഷമിച്ചു എന്നാ പറയുന്നത്. അത് കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രിഡോമിനൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി, സഭയ്ക്കാണ് ആ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഞാനും അവനോട് ക്ഷമിച്ചു കഴിഞ്ഞു. അതും പൗലോസ്ലീഹയുടെ ഈ അപ്പോസ്തോലിക് അധികാരം പ്രയോഗിക്കുന്നതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് അവിടെയും കാണുന്നത്. അതിന് നിങ്ങൾ ക്ഷമിച്ചാൽ ഞാനും അവനോട് ക്ഷമിച്ചു, ഇനി എനിക്കും അവനോട് പ്രശ്നമൊന്നുമില്ല, ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റിക്കൺസിലിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ദൈവം ക്രിസ്തുവിലൂടെ എങ്ങനെ മനുഷ്യരോട് ക്ഷമിച്ചുവോ അതേപോലെ ഞാനും അവനോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി 11-ാം വാക്യം നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്തുവാ? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. Lest we be outwitted by Satan, for we are not unaware his design. എന്തുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് ചോദിച്ചാൽ, ക്ഷമിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മളെ തോൽപ്പിക്കും. ക്ഷമിച്ചു കഴിഞ്ഞാൽ സാത്താൻ നമ്മളെ തോൽപ്പിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ, ഒരാളെ ശിക്ഷിച്ചു, അയാളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അയാളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാള് സ്വാഭാവികമായിട്ടും ഈ സാത്താന്റെ കയ്യിൽ ഒരു ആയുധമായിട്ട് മാറും. പിന്നെ അയാളിലൂടെ ഡെവിള് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകും. അന്നേരം ഈ പരസ്പരം ക്ഷമിക്കുന്നിടത്താണ് സാത്താനെ തോൽപ്പിക്കാനായിട്ട് പറ്റുന്നത് എന്ന ഒരു പ്രയോഗം കൂടെ പൗലോസ്ലീഹ അവിടെ നടത്തുന്നുണ്ട്. അത് വളരെ നമ്മളെപ്പോഴും നമ്മുടെ സഭയ്ക്കുള്ളിലും നമ്മുടെ പാരീഷിനുള്ളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ പരസ്പരം മത്സരിക്കുന്നിടത്തും പരസ്പരം ക്ഷമിക്കാത്തിടത്തുമാണ് സാത്താൻ വിജയിക്കുന്നത് എന്ന് അവിടെ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. അന്നേരം ആ ഒരു 2:5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 2
ഒന്നാം വാക്യം തൊട്ട് 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പല കാരണങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. എന്തിന് ഞാനൊരു സിവിയർ ആയിട്ടൊരു ലെറ്റർ നിങ്ങൾക്ക് എഴുതി എന്നുള്ളത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് അടുക്കൽ വന്നില്ല, നിങ്ങളെ വിഷമിപ്പിക്കേണ്ട, ആ പ്രശ്നം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയിട്ടാണ്, പിന്നെന്താ പറയുന്നത്, നിങ്ങൾ അനുസരണമുള്ളവരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഴുത്ത് എഴുതിയത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഈ പ്രോബ്ലം ഉണ്ടാക്കിയ മനുഷ്യനെ നിങ്ങൾ ശിക്ഷിച്ചു. ഇനി ആ ശിക്ഷ നിങ്ങൾ പിൻവലിക്കുക, അല്ലെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് ആ മനുഷ്യനെ തിരിച്ച് റീഅഫൈം ചെയ്യുക, അവനോട് ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു 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 പുതിയ ഒരു അത് പൗലോസ്ലീഹ പറയുന്ന കണ്ടില്ല. അതൊരു അധികാരത്തോടെ അല്ല പറയുന്നത്. അതുകൊണ്ടാണ് മുമ്പേ നേരത്തെ പറഞ്ഞ, വിശ്വാസത്തിൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവരല്ല. വി ആർ നോട്ട് എക്സർസൈസിങ് അവർ അതോറിറ്റി ഓവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നല്ല പറയുന്നത്. അല്ലെ, ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു മോഡലാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ആരും ആരോടും കൽപ്പിക്കുകയോ അധികാരം പ്രയോഗിക്കുകയോ ഒന്നുമല്ല. സഹപ്രവർത്തകർ എന്ന രീതിയിൽ, കൂട്ടാളികൾ എന്ന രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അർജി ചെയ്യുക, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മോഡലാണ്. അന്നേരം അങ്ങനെയാണ് അവിടെ അത്രയും. അന്നേരം ഈ ഒഫൻഡറെ പറ്റിയും, ഒഫൻഡർ ഉണ്ടാക്കിയ പ്രോബ്ലം, അത് സഭയ്ക്ക് മുഴുവനും പ്രോബ്ലം ഉണ്ടായതിനെ പറ്റിയും, അതെങ്ങനെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യും എന്നുള്ളതാണ് ഈ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. 11ന്റെ അവസാനം ഒരു റെഫറൻസ് സാത്താനിലേക്ക് പോകുന്നുണ്ട്. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, ക്ഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്തും. ആ മനുഷ്യനും ദുഃഖത്തിന്റെ അടിമയായിട്ട് ആ മനുഷ്യനിലൂടെയും ഡെവിള് പ്രവർത്തിക്കും. മാത്രമല്ല കമ്മ്യൂണിറ്റിയിലും ഡെവിള് പ്രവർത്തിക്കാനായിട്ട് ഇടയാകും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി ഈ 2 കൊരിന്ത്യർ ലേഖനത്തില് ഈ സാത്താനെ പറ്റി ഒത്തിരി എടുത്ത് പറയുന്നു. 14, 12, 7, അതുപോലെ സർപ്പം അല്ലെങ്കിൽ പാമ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 11:14 എന്താ പറയുന്നത്, 11:14 സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചിരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. ഈ പൗലോസ്ലീഹായ്ക്കെതിരായിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് പ്രവർത്തിച്ച് ലീഡർഷിപ്പിലേക്ക് വന്നവരെ പറ്റിയാ പറയുന്നത്. അവർ സാത്താന്റെ ദൂതന്മാരാണ്. അവർ പക്ഷെ നീതിയുടെ ദൂതന്മാരായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷെ സാത്താനും വെളിച്ചത്തിന്റെ ദൂതന്റെ വേഷം ധരിച്ചു വന്നു. അതേപോലെ അവന്റെ ശുശ്രൂഷക്കാരും നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. 12:7 പറയുന്നുണ്ട്. അത് പൗലോസ്ലീഹായുടെ പറയുന്നത്, അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാൻ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. 4:4 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് അവിടെ സാത്താനെ വിളിച്ചിരിക്കുന്നത്. ഗോഡ് ഓഫ് ദിസ് വേൾഡ് എന്നൊരു പ്രയോഗം അവിടെ നടത്തുന്നുണ്ട്. പിന്നെ അങ്ങനെ ആവർത്തിച്ച് ഈ സാത്താന്റെ ഒരു സാന്നിധ്യം, അതൊരു റിയൽ ആണെന്നുള്ളത്, ദ പ്രസൻസ് ഓഫ് ഡെവിൾ എന്നുള്ളത്, ദാറ്റ്സ് റിയൽ എന്ന് ഈ 2 കൊരിന്ത്യർ 2-ാം ലേഖനത്തില് പൗലോസ്ലീഹ പ്രത്യേകിച്ച് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പൗലോസ്ലീഹ 2 രീതിയിൽ പറയുന്നുണ്ട്. അത് പൗലോസ്ലീഹയുടെ പേഴ്സണൽ ആയിട്ടും പൗലോസ്ലീഹ അറിയുന്നുണ്ട്. അത് 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് പൗലോസ്ലീഹയുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയാ പറയുന്നത്. അതേസമയം കൊരിന്ത്യ സഭയിലെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആസ്പെക്റ്റിലും പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ വേഷപ്രച്ഛന്നരായിട്ട് അല്ലെങ്കിൽ ഡിസ്ഗൈസ് ആയിട്ട് വന്ന് സാത്താന്റെ ദൂതന്മാര് നീതിയുടെ ദൂതന്മാരായിട്ട് നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കാം. അന്നേരം അതാ പറയുന്നത്. അന്നേരം ഇവിടെ സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. വി ആർ നോട്ട് അൺഅവെയർ ഓഫ് ദ ട്രിക്സ് ഓഫ് സേറ്റൻ
എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദ റിയൽ പ്രസൻസ് ഓഫ് ഡെവിൾ ആൻഡ് സേറ്റൻ ഈസ് ദെയർ ഇൻ ദ ചർച്ച് എന്നുള്ളത് പൗലോസ്ലീഹ അത് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. അത് കൊരിന്ത്യ ലേഖനത്തില് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൊരിന്ത്യ ലേഖനത്തില് ദൈവം എന്നുള്ളതും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് അത് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലെ. അതിന്റെ മറുവശത്ത് സാത്താനെ പറ്റിയും പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഗതി. അതിന്റെ ഒരു കൊരിന്ത്യ ലേഖനത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അങ്ങനെയാണ് 2-ാം അധ്യായം 11 വായിക്കുമ്പോൾ ആ വിഷയം ഏകദേശം ആ വിഷയം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വെക്കുകയാണ്. അത് പറഞ്ഞിട്ട് പൗലോസ്ലീഹ വീണ്ടും പേഴ്സണൽ ആയിട്ടുള്ള അടുത്ത ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. 12 വരുമ്പോഴത്തേക്ക് വിഷയം വീണ്ടും പറഞ്ഞു. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിന് സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കെദോന്യയ്ക്ക് പുറപ്പെട്ടു. ഇവിടെ വിഷയം പിന്നെ മാറി. ഇവിടെ തീത്തോസിനെ പറ്റിയുള്ള ആങ്സൈറ്റിയാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ കൊരിന്ത്യയിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അവിടുന്ന് പോയി. രണ്ടാമത് അവിടെ വന്നില്ല. രണ്ടാമത് അവിടെ വരുന്നതിന് പകരം തീത്തോസിനെയാണ് കൊരിന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് പൗലോസ്ലീഹ അവിടുന്ന് ത്രോവാസിലേക്ക് പോയി. ത്രോവാസിൽ ചെന്നപ്പോ അവിടെ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെ ആലങ്കാരികമായിട്ട് പറയുന്നത് എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. ദ ഡോർ വാസ് ഓപ്പൺഡ് ഫോർ മീ ബൈ ദ ലോർഡ്. അവിടെ വാതിൽ തുറന്നിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അവര് സുവിശേഷം പ്രസംഗിക്കാനുള്ള നല്ല സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. പക്ഷെ പൗലോസ്ലീഹയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വിഷമം എന്ന് പറഞ്ഞത് കൊരിന്തിലേക്ക് പറഞ്ഞു വിട്ട തീത്തോസ് തിരിച്ചു വന്നില്ല. തിരിച്ചു വരാനുള്ള നേരം വൈകിയപ്പോഴത്തേക്ക് എന്റെ സഹോദരൻ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞിട്ട് മക്കെദോന്യയ്ക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു വശം അല്ലെ പൗലോസ്ലീഹയുടെ ഒരു ആസ് എ പേഴ്സൺ പൗലോസ്ലീഹയുടെ ദുഃഖത്തിന്റെ ആ ഒരു ഡയമെൻഷൻ നോക്കണം. ഒരിടത്ത് സഭ സ്ഥാപിച്ചു. ആ സഭ സ്ഥാപിച്ചപ്പോ അവിടെ സഭ സ്ഥാപിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് വേറൊരാളെ പറഞ്ഞു വിടുന്നു. അന്നേരം അതൊരു വശത്ത് നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ പുതിയ ഇടങ്ങളിലേക്ക് സുവിശേഷമായിട്ട് പോകുകയും വേണം. അന്നേരം ഇതെല്ലാം കൂടെ അന്നേരം ഒരു ദുഃഖം ഉണ്ടായ സാഹചര്യത്തിൽ ഒരു പുതിയ സുവിശേഷ പ്രവർത്തനം ബ്ലോക്ക് ചെയ്തെങ്കിൽ അതിന് തടസ്സമില്ല. കൊരിന്ത്യ സഭയിലെ പ്രശ്നം ഒരു ദുഃഖമായിട്ട് പൗലോസ്ലീഹയുടെ ഉള്ളിലുണ്ട്. അതേസമയം പൗലോസ്ലീഹ വേറൊരു പ്രദേശത്തിലേക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ത്രോവാസിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ വെച്ച് ത്രോവാസിൽ ചെല്ലുമ്പോൾ തീത്തോസ് കൊരിന്തിൽ നിന്ന് അവിടെ എത്തും എന്നാണ് പൗലോസ് എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ തീത്തോസിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പൗലോസ് അവിടുന്ന് മക്കെദോന്യയ്ക്ക് പോയി എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ 2-ാം അധ്യായം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. 2:13 ഞാൻ മക്കെദോന്യയ്ക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 13 നിന്ന് നമ്മള് 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് ഒന്ന് ജമ്പ് ചെയ്താൽ ഈ 2:13 കണ്ടിന്യൂഷൻ നമുക്ക് 7:5 കിട്ടും. എന്ന് പറഞ്ഞാൽ 2:13 7:5 ഇടയ്ക്ക് പൗലോസ്ലീഹ മറ്റു ചില വിഷയങ്ങൾ ഇച്ചിരൂടെ ഡെപ്ത് ഉള്ള ഇച്ചിരൂടെ തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അത് പൗലോസ്ലീഹ അതും ഈ അപ്പോസ്തോലിക് അതോറിറ്റിയെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷെ അതൊരു 2-3-4 വിഷയങ്ങളായിട്ട് മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റ്, അതായത് പുതിയ ഉടമ്പടിയുടെ മിനിസ്ട്രിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മോശയുമായിട്ട് പൗലോസ് ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. എന്നിട്ട് ഈ ലോക ജീവിതവും വരാനുള്ള ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതാണ് 5-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം 7-ാം അധ്യായത്തിന്റെ 5-ൽ വീണ്ടും ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരും.
7-ാമത്തിന്റെ 5 വാക്യം ഈ നമ്മൾ 2:13 നിന്ന് നേരെ പോയി 7:5 വായിച്ചാല് അതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 7:5 തുടങ്ങുന്നത് എങ്ങനെ? ഞങ്ങൾ മക്കദോന്യയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമില്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെയും ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്തിലും കൂടെ. അന്നേരം തീത്തോസിനെ കാണാഞ്ഞിട്ടാണ് ത്രോവാസിൽ നിന്ന് പോള് മക്കദോന്യക്ക് പോയത്. മക്കദോന്യ ചെന്നപ്പോഴുണ്ടായ സാഹചര്യത്തെ പറ്റി പൗലോസ്ലീഹ ആദ്യമേ അവിടെ പറയുന്നുണ്ട്. ഹി വാസ് നോട്ട് വെൽ, അല്ലെ? വി വെയർ അഫ്ലിക്റ്റഡ് ഇൻ എവരി വേ, എക്സ്റ്റേണൽ സ്ട്രഗിൾസും ഇന്റേണൽ ഫിയേഴ്സും. എക്സ്റ്റേണൽ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കദോന്യ എന്ന് പറയുമ്പോൾ മക്കദോന്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഫിലിപ്പിയിലെ സഭ, തെസ്സലോനിക്കയിലെ സഭ, ബെറോവ, ഈ 3 പ്രധാനപ്പെട്ട സഭകളാണ് ഈ മക്കദോന്യ ഏരിയയിലുള്ളത്. അങ്ങോട്ടാണ് പൗലോസ്ലീഹ പോകുന്നത്. എക്സ്റ്റേണൽ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ ഈ കൊരിന്ത്യയിൽ ഉണ്ടായതുപോലെ ഒന്നുകിൽ തങ്ങൾക്കെതിരെ, ഈ പൗലോസിനെതിരെയുള്ള ആൾക്കാരാകാം, ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരാകാം. അങ്ങനെ അതാണ് എക്സ്റ്റേണൽ സ്ട്രഗിൾസ്, പുറത്ത് യുദ്ധം എന്ന് മലയാളത്തിൽ. ഇന്റേണൽ ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ തീത്തോസിനെ പറ്റിയുള്ള ഈ ആകുലതയാണ്. തീത്തോസിന് എന്ത് പറ്റി? കുഴപ്പം പിടിച്ച ഒരു സാഹചര്യത്തിൽ കൊരിന്ത് സഭയിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അവിടുന്ന് ഇത്ര നാളായിട്ട് തിരിച്ചു വരുന്നില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ എന്തായി എന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണ് ഇന്റേണൽ ഫിയേഴ്സ്, അകത്തുള്ള ഭയം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. മാസിഡോണിയയിൽ ചെന്നപ്പോ ടൈറ്റസ് പൗളിന്റെ അടുക്കലെത്തി. കൊരിന്തിൽ നിന്ന് തിരിച്ച് പൗളിന്റെ അടുക്കലെത്തി എന്നാണ്. അവിടെ ആ ഒരു പ്രയോഗം തിയോളജിക്കലി വളരെ ഇമ്പോർട്ടന്റ്. ഗോഡ് ഹു കംഫർട്ട്സ് ദ ഡൗൺ കാസ്റ്റ് കംഫർട്ടഡ് us by the coming of Titus. എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അല്ലെ? ഇത് നമ്മള് ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവും. അതൊരു ആശ്വാസം നൽകുന്ന ദൈവത്തിനെ ആശ്വാസം തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ എങ്ങനെയുള്ളവരെയാണ് ദൈവം ആശ്വസിപ്പിക്കുന്നത്? എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മറിയാമിന്റെ പാട്ടാണ്, അല്ലെ? എളിയവരെ, താഴ്ന്നവരെ ഉയർത്തുകയും ഉയർന്നവരെ താഴെയിടുകയും ചെയ്യുന്ന അതിനെ പറ്റി പറയുന്ന അവിടെ ഒരു ക്രോസ് റെഫറൻസ് അവിടെ ഉണ്ട്. ഗോഡ് ഹു കംഫർട്ട് ദ ഡൗൺ കാസ്റ്റ് എന്ന് പറയുന്നിടത്ത് എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ആശ്വാസം വേണമെന്നുണ്ടെങ്കിൽ അത് ദൈവം പ്രവർത്തിക്കണം. ദൈവമാണ് തീത്തോസിനെ തിരിച്ച് പൗലോസിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുന്നത് എന്ന്. വരവ് വന്നതുകൊണ്ട് മാത്രമല്ല ആശ്വസിപ്പിച്ചത്, ആശ്വാസം കിട്ടിയത്. വി ആർ നോട്ട് കംഫർട്ടഡ് നോട്ട് ഓൺലി വിത്ത് ദ റിട്ടേൺ ഓഫ് ടൈറ്റസ്, ബട്ട് അവിടുന്ന് നല്ല വാർത്തയും കൂടെ കിട്ടി. കൊരിന്ത്യ സഭയിൽ നിന്ന് നല്ല വാർത്തയുടെയും കിട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം പരിഹരിച്ചു. അവര് ഒഫൻഡറിനെ തിരിച്ച് അവനെ തിരിച്ച് റീഅഫേം ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ള രീതിയിലൊരു വാർത്തയും കൂടെ കിട്ടിയപ്പോൾ പൗലോസിന് കൂടുതൽ ആശ്വാസമായി. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായിട്ടുള്ള എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. തീത്തോസ് വന്ന് പൗലോസിനോട് പറയുന്നത് 3 കാര്യങ്ങൾ ആണ് പറയുന്നത്. കൊരിന്ത്യ സഭയെ പറ്റി പറയുന്നത് ലോങ്ങിങ്, ഗ്രീവിങ് ആൻഡ് സീൽ. ദേ ആർ വാഞ്ച. ഇംഗ്ലീഷിലെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ്? നോട്ട് ഓൺലി ബൈ ഹിസ് കമ്മിങ് ബട്ട് ഓൾസോ ബൈ ദ കംഫർട്ട് ബൈ വിച്ച് he was comforted by you, as he reported to us your longing, your grieving and your zeal on my behalf, so that I rejoiced even more. 3 വാക്കുകളിലൂടെയാണ് എന്താണ് കൊരിന്ത്യ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് തീത്തോസ് പൗലോസിനോട് പറഞ്ഞു. ലോങ്ങിങ് എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ 2ാമത് അവിടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ആ ചെല്ലുന്നതിന് വേണ്ടിയിട്ട് അവര് കാത്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഈ സിവിയർ ആയിട്ടുള്ള ലെറ്റർ വരുന്നത്. സിവിയർ ആയിട്ടുള്ള ലെറ്റർ വന്ന് പിന്നെ പൗലോസിനെ കാണാതിരുന്നപ്പോൾ
ദേ വെയർ ഗ്രീവിങ് എന്ന് പറഞ്ഞാൽ ഇനി പൗലോസ് അങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു വിഷമം ഉണ്ടായി. അതാണ് ഗ്രീവിങ് എന്ന് പറയുന്നത്. ദെൻ ദർ സീൽ, എരിവ് എന്ന് മലയാളത്തിലെ സീൽ, സെലസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവർ ആ പ്രോബ്ലം പരിഹരിക്കാൻ അവർ കാണിച്ച ആ ഒരു ഉത്സാഹം, അതിനെയാണ് അവിടെ ആ സീൽ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 ഈ വാക്കുകളിലൂടെയാണ് കൊരിന്ത്യ സഭ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് കൊരിന്ത്യ സഭയിൽ അന്നിപ്പോ സംഭവിച്ചത് എന്നുള്ളതാണ് തീത്തോസ് പൗലോസിന് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അന്നേരം ഈ പ്രോബ്ലം ഒക്കെ റെക്ടിഫൈ ചെയ്തു എന്നറിഞ്ഞപ്പോൾ പൗലോസിന് സന്തോഷവുമായി. അങ്ങനെ ഈ നമുക്കറിയാം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ അഫ്ലിക്ഷൻസ് ആണ് പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വഴി എന്ന് പറയും. എന്തുവഴി? പൗലോസ് ചെല്ലുന്നിടത്തും പൗലോസിന്റെ ജീവിതത്തിലും ഒക്കെ കഷ്ടതയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഒരു അപ്പോസ്തലനാണോ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചോദ്യമാണ് അവിടെ നിലനിന്നത്. പക്ഷെ പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ കഷ്ടതയുണ്ടെങ്കിൽ അത് ദൈവം തന്നെ അത് ആശ്വസിപ്പിക്കും. എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഈ പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനും കൂടെ നിൽക്കും എന്നുള്ള ഒരു രീതിയിലാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് വീണ്ടും അവിടെ ആ സിവിയർ ലെറ്ററിനെ പറ്റി ഒന്നുകൂടെ എടുത്തു വെക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ പറയുന്ന അതേ വിഷയങ്ങൾ തന്നെ 7:5 തൊട്ട് വീണ്ടും വരുന്നു. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം കുറച്ചു നേരത്തേക്ക് നിങ്ങളെ ദുഃഖിപ്പിച്ചു, പക്ഷെ അതിനേക്കാൾ ഇപ്പോ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവര് അനുസരിച്ച് അതിന് പ്രകാരം ചെയ്തു. അല്ലെ? ആദ്യം ആ ലേഖനം വായിച്ചപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കെല്ലാം വിഷമം ഉണ്ടായി. എന്തിന് പൗലോസ്ലീഹ ഇങ്ങനെ ഹാർഷായിട്ട് ഞങ്ങളോട് ഒരു എഴുതി പറയുന്നു എന്ന് തോന്നി. പക്ഷെ പിന്നീട് അതനുസരിച്ച് ആ മനുഷ്യനോട് ക്ഷമിച്ചു. അങ്ങനെ അത് ആത്യന്തികമായിട്ടത് സന്തോഷമായിട്ട് മാറി. എന്നിട്ട് ഈ 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോ 2 തരത്തിലുള്ള ദുഃഖത്തെ പറ്റി പൗലോസ്ലീഹ പറയുന്നുണ്ട്. 10ലേക്ക് വരുമ്പോൾ for sorrow in a way that God intends affects repentance with no regret that leads to salvation, but worldly sorrow affects death. അന്നേരം ഈ എഴുതിയത് മൂലം അവർക്ക് ദുഃഖമുണ്ടായി, പക്ഷെ ആ ദുഃഖം ആത്യന്തികമായിട്ട് സന്തോഷമായിട്ട് മാറി. എന്നിട്ട് പറയുകയാണ് there is 2 type of sorrow. 2 രീതിയിൽ മനുഷ്യന് വിഷമം ഉണ്ടാകും അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകും. ഒന്ന് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. 10-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അത് മലയാളത്തിൽ അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു എന്നുള്ളതാണ്. ഈ അനുതാപം എന്ന് വായിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ കുറ്റബോധം എന്നോ ഒക്കെ, നോ റിഗ്രറ്റ്, ഗോഡ് ഫോർ സോറോ ഇൻ എ വേ ദാറ്റ് ഗോഡ് ഇന്റൻസ് എഫക്ട് റിപ്പൻഡൻസ് വിത്ത് നോ റിഗ്രറ്റ് ദാറ്റ് ലീഡ്സ് ടു സാൽവേഷൻ, ബട്ട് വേൾഡ്ലി സോറോ എഫക്ട് ഡെത്ത്. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ഉള്ള ദുഃഖം ഉണ്ട് ഒക്കെയാണ്. ഒന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദുഃഖം അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. 2 വേൾഡ്ലി ആയിട്ടുള്ള ലോകപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിനെ പറ്റി നമുക്ക് അത് പിടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ഷെയിം ഉണ്ടല്ലോ. ഒരു തെറ്റ് ചെയ്തു അത് പിടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഷെയിം, ആ ഷെയിമിനെ പറ്റി നമുക്ക് ദുഃഖിക്കാം. അതൊരു എന്താ പറയുന്നത്, അതൊരു ഷെയിം എന്ന് മനസ്സിൽ കിടക്കും. ആ ഷെയിം അതൊരു വേൾഡ്ലി ആയിട്ടുള്ള ദുഃഖമാണ്. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞു, വി ആർ റിപ്പൻഡിങ് ഓൺ ദാറ്റ്
റോങ് ഡൂയിങ്. അതാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ റിപ്പന്റ് ചെയ്താൽ അത് അയാള് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരും. അത് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറും. ഒരു മിയർ സോറോ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ മിയർ സോറോ റിപ്പൻറ്റൻസിലേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ അത് മരണത്തെ ഉളവാക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. മരണത്തെ ഉളവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ എസ്കറ്റോളജിക്കൽ ഡെത്തും എസ്കറ്റോളജിക്കൽ ലൈഫും എന്നുള്ള രീതിയിലാണ് അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഒരാൾ റിപ്പന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ച് ദൈവത്തിന്റെ അടുത്തിലേക്ക് വരത്തില്ല. അന്നേരം ദൈവത്തിൽ നിന്ന് ദൂരെയാകുന്നത് മൂലം അയാൾ മരണത്തിലേക്ക് പോകും. ഇത് നമ്മൾ പലപ്പോഴും ഈ കുംഭസാരത്തിനെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേദഭാഗം കൂടെയാണത്. നമുക്ക് അവിടെ പൗലോസ് റിപ്പൻറ്റൻസിനെ പറ്റിയാണ് പറയുന്നത്. റിപ്പൻറ്റൻസ് തന്നെയാണല്ലോ നമ്മൾ കുംഭസാരത്തിൽ നമ്മൾ എയിം ചെയ്യുന്നത്. അന്നേരം ഈ ദുഃഖം എങ്ങനെയാണ്, എന്ത് തരം ദുഃഖമാണ് യഥാർത്ഥ സാൽവേഷൻ ഉണ്ടാക്കുന്ന ദുഃഖം, അതാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണെന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ പശ്ചാത്താപത്തിലേക്ക് പോകും. ആ പശ്ചാത്താപം നിങ്ങളെ ദൈവത്തിന്റെ അടുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അത് രക്ഷയ്ക്ക് കാരണമാകും. ഈ പശ്ചാത്താപം ഉണ്ടാക്കാത്ത ദുഃഖം എന്ന് പറയുന്നത് അത് വേൾഡ്ലി സോറോയാണ്. അങ്ങനെ ദുഃഖം ഉണ്ടായത് കൊണ്ട് ഒരാള് സാൽവേഷന്റെ പാതയിലേക്ക് വരത്തില്ല, മറിച്ച് അയാള് മരണത്തിന്റെ പാതയിലേക്ക് പോകത്തേ ഉള്ളൂ. അങ്ങനെ രണ്ട് തരത്തിലുള്ള ദുഃഖം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹ അവിടെ 10-11 വാക്യങ്ങളിൽ പറഞ്ഞു വെക്കുന്നത്. അല്ലെ, ഇത് ഞാൻ മുമ്പ് 2 വായിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളില് ഈ ജോയ് ആൻഡ് അഫ്ലിക്ഷൻ, ജോയ് ആൻഡ് സോറോ എന്നതിനെ പറ്റി ഈ 2 വാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വേൾഡ് പ്ലേ അവിടെ കിടപ്പുണ്ട്. ജോയ് കാര എന്നാണ്, കാരിസ് കാര എന്നാണ് ഗ്രീക്ക് വാക്ക്. സോറോ എന്നുള്ളതിന് LYP, ലുപ്പെ, അതാണ് അതിന്റെ റൂട്ട് വാക്ക് എന്ന് പറയുന്നത്. ഈ 2 വാക്കുകളുടെ ഒരു വേൾഡ് പ്ലേ ഈ 2-ാം അധ്യായത്തിലും ഉണ്ട്, 7-ാം അധ്യായത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇത് തന്നെ ഈ ദുഃഖത്തെ പറ്റി പറയുന്നത് പോലെ തന്നെ ജോയിയെ പറ്റിയും പൗലോസ് ശ്ലീഹായ്ക്ക് നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കാരണം ഈ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ദൈവം തരുന്ന സന്തോഷമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷമാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അത് റോമലേഖനം 14-ാം അധ്യായത്തിൽ നമ്മൾ നോക്കി. റോമലേഖനം 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഗലാത്യ ലേഖനത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ പറയുന്നിടത്ത് പൗലോസ് ശ്ലീഹ പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, അല്ലേ? അന്നേരം ഈ സന്തോഷമായാലും ദുഃഖമായാലും അത് ദൈവം തരുന്നതായിരിക്കണം എന്ന് പൗലോസ് ശ്ലീഹ പ്രത്യേകം പറയുന്നുണ്ട്, അല്ലേ? അന്നേരം ഈ നേരത്തെ പറഞ്ഞല്ലോ, സന്തോഷത്തിന്റെ co-workers of your joy, we are the co-workers of your joy എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നത് മൂലം, സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നത് മൂലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സന്തോഷം തരും. അതാണ് ജോയിയെ പറ്റിയുള്ള പൗലോസ് ശ്ലീഹായുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതാണ് നമ്മൾ റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അന്നേരം ജോയ് എന്ന് പറയുന്നത് ഓൾറെഡി ദാറ്റ്സ് ഫ്രം ഹോളി സ്പിരിറ്റ് എന്ന് പൗലോസ് ശ്ലീഹ മറ്റ് ലേഖനങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഈ ദുഃഖത്തെ പറ്റി പറയുമ്പോഴും ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖവും ലോകപ്രകാരവുമുള്ള ദുഃഖവും ഉണ്ട്. 2 തരം ദുഃഖം മനുഷ്യനുണ്ടാകാം. ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ ആ ദുഃഖം നമ്മളെ പശ്ചാത്താപത്തിലേക്കും റിപ്പൻറ്റൻസിലേക്കും അതുവഴി നമ്മൾ രക്ഷയിലേക്കും നയിക്കപ്പെടും. അതർവൈസ് വേൾഡിലുള്ള ദുഃഖം, റിപ്പൻറ്റൻസ് ഇല്ലാത്ത ദുഃഖമാണെന്നുണ്ടെങ്കിൽ അത് മരണത്തിലേക്ക് കൊണ്ടുപോകും, ആത്യന്തികമായിട്ട് മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അന്നേരം അതാണ്
ആ, 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 ഏഴാം അധ്യായത്തില് അങ്ങനെ രണ്ടു തരം ദുഃഖത്തിലേക്ക് പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടെയൊക്കെ ആവർത്തിച്ച് ഈ ഈ എഴുതിയത് മൂലം നിങ്ങൾ ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായി, അതുമൂലം നിങ്ങൾക്ക് ആശ്വാസം വന്നു എന്നവിടെ പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ട് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ദൈവഹൃദയപ്രകാരമുള്ള ദുഃഖം എന്തൊക്കെയാണ് കൊരിന്ത്യ സഭയിൽ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. See what earnestness in very sorrow as God intends has affected in you, not only but a defense, indignation, fear, longing, punishment. In every way you have commended yourself as innocent in matter. നിങ്ങൾ നിർമ്മലന്മാരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്തത് വഴി യു പ്രൂവ് ദാറ്റ് യു ആർ ഇന്നസെന്റ് എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യ സഭയെ പറ്റി പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തം മാത്രമല്ല, അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിനാണ്. അന്നേരം ഒഫൻഡർ കൊണ്ടുമല്ല, ഒഫൻസ് കൊണ്ടുമല്ല, ബട്ട് by the sake of revealing to you before God your seal for us. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കൊരിന്ത്യർക്ക് ഒരു ഉത്സാഹം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ കൂടെ ഈ ലെറ്റർ എഴുതിയത് ഒരു കാരണമായി എന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരും തണുപ്പ് വന്നതുകൊണ്ടും അവനുണ്ടായ സന്തോഷ നിമിത്തവും ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. അന്നേരം ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു. കൊരിന്ത്യ സഭയുമായിട്ട് പൗലോസ്ലീഹായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് റീഗെയിൻ ചെയ്തു. ആ റീഗെയിൻ ചെയ്യുന്നിടത്താണ് 7-ാം അധ്യായം അവസാനിക്കുന്നത്. അന്നേരം അത് 2-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് 7-ലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അത് 7-ാം അധ്യായം അവസാനിപ്പിക്കാൻ പോകുക പൗലോസ്ലീഹ. അവനോട് നിങ്ങളെക്കുറിച്ചുള്ള വല്ലതും പ്രശംസയുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. ഞാൻ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായിട്ട് വന്നു. അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിനാൽ നിങ്ങൾ എല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. And his affection for you is all the greater as he recalls the obedience of all of you, how you received him with fear and trembling. അന്നേരം പൗലോസ്ലീഹയുടെ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു സംഗതി, ഈ ഹാർഷ് ലെറ്റർ തീത്തോസിന്റെ കയ്യിലായിരിക്കണം കൊടുത്തു വിട്ടത് എന്നുള്ളതാണ്. നേരിട്ട് അത് പറയുന്നില്ലെങ്കിലും തീത്തോസ് ആണ് ഈ ഹാർഷ് ലെറ്ററുമായിട്ട് കൊരിന്ത്യ സഭയിൽ ചെല്ലുന്നത്. പൗലോസ്ലീഹ പേടിച്ചതുപോലെ അവര് തീത്തോസിനെ ഒന്നും എതിർത്തതൊന്നുമില്ല. മറിച്ച് പൗലോസിനോടുള്ള സ്നേഹത്തെ പ്രതി തീത്തോസിനെ അവര് സ്നേഹത്തോടും ഭയത്തോടും കൂടെ, ഫിയർ ആൻഡ് ട്രംബിളിങ് എന്നാ പറഞ്ഞു. അത് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസിനോടുള്ള ഫിയർ ആൻഡ് ട്രംബിളിങ്ങും ആണ് തീത്തോസിനെ സ്വീകരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ സ്വീകരിച്ചു എന്ന് തീത്തോസ് ചെന്ന് പൗലോസിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ അവിടെ പറഞ്ഞ അവസാനം 16-ാം വാക്യത്തിൽ പറയുകയാണ്, ഐ റിജോയ്സ് ബിക്കോസ് ഇൻ എവരി വേ ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ യു. എനിക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ്, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അല്ലെ, നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും മലയാളത്തിൽ ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അതായത് ഇത് നമ്മള് ആ ഒരു കൊരിന്ത്യ സഭയുടെ ആ ഡ്രാമയിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ 7 അവസാനിക്കുന്നിടത്ത് ഇവർ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എല്ലാം റീഗെയിൻ ചെയ്തു. പൗലോസ്ലീഹ പറയുകയാണ്, ഐ റീഗെയിൻ ദ കോൺഫിഡൻസ് ഇൻ യു എന്ന് പറഞ്ഞ് 7-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് അവിടെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ പഠനം അവസാനിക്കേണ്ടത് അവിടെയാണ്. ഞാൻ പക്ഷെ ഈ ഭാഗം നേരത്തെ അങ്ങ് എടുത്തു. അത് ആ 2ന്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 7-ന്റെ 5 തൊട്ട് 16 വരെ പറഞ്ഞത്. അന്നേരം ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് റീഗെയിൻ ചെയ്തതിന് ശേഷമാണ് 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പൗലോസ്ലീഹ യഹൂദ സഭയ്ക്ക് വേണ്ടിയുള്ള കളക്ഷനെ പറ്റിയുള്ള അപ്പീല് കൊടുക്കാനായിട്ട് പോകുന്നത്. അന്നേരം പൗലോസിന്റെ ആ സ്ട്രാറ്റജി നോക്കണം. അതെ, ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് അത് റീബിൽഡ് ചെയ്തതിന് ശേഷം
നൗ ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ യു എന്ന് പറഞ്ഞതിന് ശേഷം ഇനി നമുക്കൊരു പഴയ ഒരു കാര്യം മുടങ്ങിക്കിടപ്പുണ്ടല്ലോ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, യഹൂദ സഭയ്ക്ക് വേണ്ടി കുറച്ച് പണം സ്വരൂപിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞു, പക്ഷെ നിങ്ങളത് ഒരുപാട് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി അങ്ങനെയാണ് ആ ലെറ്റർ മുന്നോട്ട് പോകുന്നത്. പൗലോസിന്റെ ഒരു അപ്പോസ്റ്റോലിക് സ്ട്രാറ്റജി ടു ഇന്റർവീൻ ഇൻ ദ കമ്മ്യൂണിറ്റി എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അന്നേരം അതാണ് നമ്മള് ഇന്നത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മള് 2:13 നിന്നാണ് 7:5 ജമ്പ് ചെയ്ത് പോയത്. 2:14 മുതൽ 7:4 വരെ ഉള്ളത് ഇച്ചിരി കൂടെ ഡീപ്പായിട്ടുള്ള തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇന്റർപൊളേഷൻ ആണ്. പൗലോസിന്റെ അപ്പോസ്തോലിക അധികാരത്തെ പറ്റിയും എന്താണ് മിനിസ്ട്രി എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു ഡെഫിനിഷനാണ് ഇനി വരുന്നത്. അത് ഇനിയുള്ള ക്ലാസ്സിൽ അതിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പോകാം. ഈ പറഞ്ഞതൊക്കെ നമ്മള് ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു മോഡലാ സത്യം പറഞ്ഞാൽ ഈ പൗലോസ്. ഇത് ഞാൻ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോ ഇത് നമ്മളെ പ്രത്യേകിച്ച് ലീഡർഷിപ്പിലുള്ളവരാണ് ഇത് കൂടുതൽ ഡീപ്പായിട്ട് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കണം നമ്മള് സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് സഭയ്ക്കുള്ളിൽ അധികാരം പ്രയോഗിക്കേണ്ടത്, ഇതെല്ലാം പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകള് ഞാനീ പറയുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. ഈ പൗലോസ്ലീഹയുടെ അത്രയും ഈ മറ്റേ കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് കൂടെ നടന്നവര് ഇത്രയും ഈ സഭകൾ സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഉണ്ടോ? അത് നമുക്കറിയാമല്ലോ. പൗലോസ്ലീഹയുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ അത്രയും ബാക്കി എല്ലാവരും ക്രിസ്തുവിന്റെ സുവിശേഷവും കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയി. പക്ഷെ പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. പൗലോസ്ലീഹ വിവിധ ഭാഷകൾ അറിയാവുന്നതിനും ഒരു യഹൂദ പഴയ നിയമ പണ്ഡിതനും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു അപ്പോസ്തോലിക അധികാരം പ്രയോഗിക്കാനുള്ള കഴിവ്. ഇത്ര കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാവുന്ന പോലെ ഇത്രയും ലേഖനങ്ങൾ വന്ന് തന്നെ ഇത്രയും സഭകൾ സ്ഥാപിച്ചതുകൊണ്ടല്ലേ. മറ്റാരും ഇത്രയും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മള് തക്സായിൽ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത് പൗലോസ്ലീഹായെ സഭയുടെ മുഖ്യ പണിക്കാരൻ എന്നാണ് പറയുന്നത്. ശില്പി. വിശുദ്ധ സഭയുടെ പണിക്കാരനും പ്രധാന ശില്പിയുമായ പൗലോസിന്റെ കൽപ്പനകൾ എന്നാ പറയുന്നത്. പ്രധാന ശില്പി, ചീഫ് ആർക്കിടെക്ട് ഓഫ് ചർച്ച് എന്നുള്ള രീതിയിലാണ് പിതാക്കന്മാർ പൗലോസ്ലീഹായെ മനസ്സിലാക്കുന്നത്. Paulosliha was an apostle for the places like Antioch, Rome, and Greece. അവിടൊക്കെ ആയിരുന്നു that he went and preached. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് പ്രീച്ച് ചെയ്തത് സെന്റ് തോമസ് ആണ്. അപ്പം നമ്മൾ സെന്റ് തോമസിന്റെ ഗോസ്പൽ എന്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്? ബേസിക്കലി സെന്റ് തോമസിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ഗോസ്പൽ ഓഫ് സെന്റ് തോമസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്
ഈ ക്രിസ്ത്യൻ ലിറ്ററേച്ചറിനകത്ത് നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷങ്ങൾ തന്നെ ഒരുപാട് പുറത്തൊരുപാടുണ്ട്. മഗ്ദലന മറിയത്തിന്റെ സുവിശേഷമുണ്ട്. ഇപ്പം എന്താ പ്രോട്ടോ ഇവാങ്കിലിയൻ ഓഫ് സെന്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിന് ഇച്ചിരൂടെ സഭയിൽ ആദ്യ എന്തുവാ ആക്സെപ്റ്റൻസ് ഉണ്ട്. സെന്റ് തോമസിന്റെ സുവിശേഷം സെന്റ് തോമസ് അല്ല എഴുതിയത്. അത് വളരെ ലേറ്റ് ആയിട്ട് വന്ന ഒരു ബുക്കാണ്. ഈ ക്രിസ്തീയ സഭയുടെ ആദ്യ കാലങ്ങളിൽ ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രചനകൾ നടത്തിയിട്ട് തങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നവരുടെ പേരിൽ അതിനെ ടൈറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെയാണ് ഈ അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സ്യൂഡെപ്പിഗ്രാഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓദർ എന്ന് പറയുന്നത് സ്യൂഡോ റൈറ്റർ ആയിരിക്കും. നമ്മൾ ഇതിന്റെ ഇപ്പം സുവിശേഷങ്ങളെല്ലാം തന്നെ 1-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്തവയാണ്. അതിൽ നിന്ന് 2-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണ് ഇപ്പൊ ഈ സ്യൂഡോപ്പിഗ്രാഫിക്കൽ ഗോസ്പെൽസും നമുക്ക് കിട്ടിയിരിക്കുന്ന പല സ്യൂഡോപ്പിഗ്രാഫിക്കൽ ഗോസ്പെൽസും 1-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതാണ് കാലഘട്ടത്തിന്റെ ഒരു ഇത്. 2, ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു തീരുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്തിനാണ് ഇത് എഴുതുന്നതെന്ന് പറയുന്നത് അല്ലെ. യോഹന്നാൻ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് എഴുതുന്നത് നിങ്ങൾ ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ്, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോ ഈ ചില പുസ്തകങ്ങളെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും പെടാതെ മാറ്റി നിർത്തിയതിന് പിതാക്കന്മാര് കണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തു അല്ലെങ്കിൽ യേശു ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് എഴുതിയത് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ കാനോനിക്കൽ ഗോസ്പലിനകത്ത് പറയുന്ന ചിന്താഗതികളുമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് വരും. അതുകൊണ്ടാണ് പല പുസ്തകങ്ങളെയും നമ്മൾ ഈ കാനോനിൽ ഉൾപ്പെടുത്താതെ പുറത്തേക്ക് മാറ്റി നിർത്തിയത്. ഓതർഷിപ്പിന്റെ പ്രോബ്ലം ഉണ്ട്, തീമാറ്റിക് ആയിട്ട് അതിനകത്ത് വരുന്ന വിഷയങ്ങളുടെ പ്രശ്നമുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റ് സോഴ്സുകളുണ്ട്. ക്രൈസ്തവമല്ലാത്ത അല്ലെങ്കിൽ ആദിമ ക്രിസ്തീയ ചരിത്രത്തിലെ വേദവിപരീതങ്ങളുടെ സോഴ്സിൽ നിന്നൊക്കെ വരുന്ന സോഴ്സ് പലതും ഈ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്ത ഈ പുസ്തകങ്ങളിലുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഗോസ്പൽ ഓഫ് സെന്റ് തോമസ് പോലുള്ള സ്യൂഡോപ്പിഗ്രാഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അപ്പോക്രിഫൽ ആയിട്ടുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്കുകളെ നമ്മൾ കാനോന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താത്തത്. താങ്ക്സ് അച്ഛാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ. എനിക്കൊരു സജഷൻ ഉള്ളത്, നിങ്ങൾ ഇത് വായിക്കുമ്പം ഈ പാരലായിട്ട് നിങ്ങൾ വായിക്കുക. അതായത് ഇംഗ്ലീഷും മലയാളവും കൂടെ. അതുകൊണ്ടാണ് ഞാൻ ഈ 2 കോളമായിട്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചതിന്റെ കാരണം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വായിക്കാനായിട്ട് പറ്റും. അങ്ങനെ ട്രൈ ചെയ്താൽ ഇതിന്റെ ഒരു ഈ എന്താ പറയുന്നത് മൊണോട്ടണസ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു പലരുടെ കയ്യിലും ഇപ്പം മലയാളവും ഇംഗ്ലീഷും കൂടെ ചേർന്ന് വേദപുസ്തകം ഉണ്ടല്ലോ, ബൈബിൾ സൊസൈറ്റിയുടെ. അതേപോലുള്ള അങ്ങനെ പാരലായിട്ട് വെച്ച് വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ വർഷത്തെ തീമിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു ക്ലാസ് അച്ഛൻ എടുക്കുവോ?
ഈ വർഷത്തെ തീം നമ്മുടെ അടുത്ത മൂന്നാമത്തെ അധ്യായത്തിലല്ലേ, അടുത്ത ക്ലാസ്സിൽ അത് വരും. ആ അതായത് നിങ്ങൾ എന്തുവാ, നമ്മൾ you are the ക്രിസ്തുവിന്റെ ലേഖനം. Yeah. you We are are the letters of letters of Jesus Christ Christ. എന്നുള്ളതല്ലേ അല്ലേ? Yeah. അത് മൂന്നാമത്തെ അധ്യായം. ഇപ്പൊ അടുത്ത അതിനകത്തേക്ക് വരുന്നേ, അതിന്റെ കോണ്ടക്സ്റ്റിലേക്കാ വരുന്നത്. അതായത് റെക്കമെൻഡേഷൻ ലെറ്റർ എന്നുള്ളതാണ് അവിടുത്തെ പോളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തീം എന്ന് പറയുന്നത്. Okay. ആർക്കും സംശയങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് അച്ഛാ, we can wind up with a closing prayer. ഓക്കെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളേണ്ടമേ. രക്ഷിതാവായ പുത്രാജയമുള്ളതിന്റെ സ്ലീബായങ്ങൾ മറച്ചുകൊള്ളേണ്ടമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരുവിന്റെ ഭവനങ്ങളായി ഞങ്ങൾ ശ്രമിക്കണം. ദൈവമായ കർത്താവിനെ നമുക്ക് എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ സ്ഥലങ്ങളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങൾ എല്ലാവരോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. Amen. Thank you, Acha. Thank you, Okay. everyone. Have a Good good night. night.